ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. അരുക്കുറ്റി പാതുവപുരം പള്ളിയിലെ 103ാമത് ദർശന തിരുനാൾ 11-ന് തുടങ്ങും. അരുക്കുറ്റി പാതുവാപുരം പള്ളിയിലെ 103ാമത് ദർശന തിരുനാൾ ഫെബ്രുവരി 11-ന് ആരംഭിച്ച് 16-ന് സമാപിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഏറെ സന്തോഷത്തോടുകൂടെയാണ് ഈ ഒരു ദിവസം നിങ്ങളോടുകൂടെ ആയിരിക്കുന്നത്. പാതുവാപുരം പള്ളിയിലെ തിരുനാള് ജനങ്ങളേറെ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന, വലിയ പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടെ കാത്തിരിക്കുന്ന ഒരു ആഘോഷമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മുൻ വർഷങ്ങളിലും നിങ്ങൾ തിരുനാളിനോടനുബന്ധിച്ച എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കുകയും അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനും അവരെ ഈ പാതുവാപുരം ദേവാലയ അങ്കണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും വളരെ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഇത്തരുണത്തിൽ 2025 ആഗോള സഭയെ സംബന്ധിച്ചിടത്തോളം മഹാജൂബിലി വർഷം. പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് നമ്മൾ യാത്ര ചെയ്യണമെന്നുള്ള പരിശുദ്ധ പിതാവിൻ്റെ ആഹ്വാനം ഈ കാലഘട്ടത്തിൽ കത്തോലിക്ക സഭ ഏറെ പ്രാധാന്യത്തോടുകൂടി സ്വീകരിച്ചിട്ടുള്ളത്. ഈ അവസരത്തിലാണ് ജൂബിലി വർഷത്തിൽ നമ്മൾ വീണ്ടും ഒരു തിരുനാൾ ആഘോഷത്തിന് വേണ്ടി ഒരുക്കങ്ങൾ നടത്തുന്നത്. രാജഭരണകാലത്ത് പ്രസിദ്ധമായിരുന്ന ചൗക്കയായിരുന്നു അരുക്കുറ്റി. അനേകം സർക്കാർ ഉദ്യോഗസ്ഥർ ഇവിടെ സേവനമനുഷ്ഠിച്ചിരുന്നു. കൈതപ്പുഴ കായലിനോട് ചേർന്ന് കിടക്കുന്ന ഈ ദ്വീപ് കേവ് വള്ളക്കാരുടെയും മണൽ വാരുന്നവരുടെയും മത്സ്യബന്ധനം നടത്തുന്നവരുടെയും ഇടത്താവളമായിരുന്നു. കത്തോലിക്ക വിശ്വാസത്തിൽപ്പെട്ടവർക്ക് ആത്മീയ ആവശ്യങ്ങൾക്കായി ആദ്യം ഇടക്കൊച്ചി സെന്റ് ലോറൻസ് ഇടവകയും 1818 മുതൽ അരൂർ സെന്റ് അഗസ്റ്റ് ഇടവകയുമാണ് ആശ്രയിച്ചിരുന്നത്. അരുക്കുറ്റി നിവാസികളുടെ ആത്മീയ കാര്യങ്ങളിലെ തീക്ഷ്ണതയും മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുവാനുള്ള യാത്രാക്ലേശവും മനസ്സിലാക്കിയ ഭരണാധികാരി ആയുർവേദ വൈദ്യനായ കേരളവർമ്മ തമ്പുരാൻ തന്റെ ബന്ധുവീടായ തൃച്ചാറ്റുകുളം കോവിലകം കൊച്ചനുജൻ തിരുമുൽപ്പാടിനോട് അദ്ദേഹത്തിന്റെ വക വാലയിൽ പറമ്പ് പള്ളിക്കായി വിട്ടുകൊടുക്കാൻ അഭ്യർത്ഥിക്കുകയായിരുന്നു. കൈതപ്പുഴ കായലിലേക്ക് വാലുപോലെ നീണ്ടുകിടക്കുന്ന സ്ഥലമായതുകൊണ്ട് വാലെ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇവിടെ നിർമ്മിച്ച പള്ളിക്ക് വാലെ പള്ളി എന്നും പേരും ലഭിച്ചു. 1922 അരൂർ ഇടവക വികാരിയായിരുന്ന ഫാദർ ജോർജ് മെനോബിസ് അരുക്കുറ്റിയിലെ വിശുദ്ധ അന്തോണീസിന്റെ പ്രാർത്ഥനാലയം വെഞ്ചരിച്ച് അതിന് പാതുവാപുരം എന്ന് പേര് നൽകി. എല്ലാ വർഷവും ജനുവരി മാസം ആദ്യ ഞായറാഴ്ച മുതൽ ഫെബ്രുവരി ആദ്യ ഞായറാഴ്ച വരെ വിശുദ്ധ അന്തോണീസിന്റെ തിരുസ്വരൂപം വിവിധ സ്ഥലങ്ങളിലെ പ്രസിദ്ധന്തിമാരുടെയും ഇടവക അതിർത്തിയിലെ നാനാജാതി മതസ്ഥരുടെയും ഭവനങ്ങളിലേക്ക് പ്രയാണം നടത്തുകയും കുടുംബങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വർഷത്തെ തിരുസ്വരൂപ പ്രയാണം ഡിസംബർ 4 മുതൽ ജനുവരി 22 വരെ പ്രസിദ്ധന്തിമാരുടെ വീടുകളിലും അരുക്കുറ്റി മുതൽ പള്ളിപ്പുറം വരെയുള്ള വീടുകളിൽ ജനുവരി 12 മുതൽ 25 വരെയും നടത്തുകയുണ്ടായി. പാതുവാപുരത്തെ തിരുനാൾ ക്രൈസ്തവരുടെ ആഘോഷമല്ല, നാടിന്റെ ആഘോഷമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. നാനാജാതി മതസ്ഥരായ അനേകായിരങ്ങൾ തിരുനാൾ കൊടിയേറ്റ് ദിനം മുതൽ തിരുനാൾ ദിനം വരെയും അതിനുശേഷവും വിശുദ്ധന്റെ ദർശനവും അനുഗ്രഹവും തേടി വരുന്നതും തിരുനാൾ വാഴ്ച ദിനമായ വെള്ളിയാഴ്ച അങ്ങാടി കവലയിലെ താലപ്പൊലി സംഘം നൽകുന്ന അങ്ങാടി ആദരവും മതസൗഹാർദ്ദത്തിന്റെ പ്രതിഫലനങ്ങളാണ്. കേരളത്തിൽ കായൽ പ്രദക്ഷിണം നടത്തുന്ന ചുരുക്കം പള്ളികളിലൊന്നാണ് പാതുവാപുരം പള്ളി. മത്സ്യത്തൊഴിലാളികൾ മത്സ്യം പിടിക്കുന്നതിന് കൈതപ്പുഴ കായലിൽ മുങ്ങിയപ്പോൾ സ്വർണ്ണക്കുരിശ് കണ്ട വിവരം വികാരിയച്ഛനെ അറിയിക്കുകയും മത്സ്യത്തൊഴിലാളികൾ കാണിച്ച സ്ഥലത്ത് കുരിശ് നാട്ടുകയും ചെയ്തു. പള്ളിയുടെ സമീപത്തുള്ള പുന്നാപ്പള്ളി ഊണ്ടാൻ ആയിരുന്നു ആദ്യമായി കുരിശ് നാട്ടിയത്. ദൈവ നിയോഗം പോലെ അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാരനായ പുന്നാപ്പള്ളി രാജനാണ് കുരിശ് നാട്ടുന്നത്. തിരുനാൾ കൊടിയേറ്റ ദിവസം പുന്നാപ്പള്ളി കുടുംബത്തിലേക്ക് ആഘോഷപൂർവ്വമായി കുരിശ് കൊണ്ടുപോവുകയും തിരുനാൾ തലേനാൾ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ കുരിശ് പള്ളിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. 103ാമത് തിരുനാളിന് നേതൃത്വം നൽകുന്നത് എറണാകുളം, മരട്, നെട്ടൂർ, കുമ്പളങ്ങി, ഫോർട്ട് കൊച്ചി, പള്ളുരുത്തി, ഇടക്കൊച്ചി, അരൂർ, എഴുപുന്ന, മുണ്ടമ്പലി, കണ്ണമാലി, അരൂക്കുറ്റി, ചേർത്തല, പള്ളിത്തോട് എന്നിവിടങ്ങളിൽ നിന്നുള്ള 110 പ്രസിദ്ധന്തിമാരാണ്. ഫെബ്രുവരി 11-ന് കൊടിയേറി 16-ന് സമാപിക്കുന്ന തിരുനാളിനും നവനാളിനുമായി 30-ലേറെ വൈദികർ ദിവ്യബലിക്കും പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കും നേതൃത്വം നൽകും. 15-ാം തീയതി വൈകിട്ട് 5 മണി മുതൽ 16-ാം തീയതി രാത്രി 10 മണി വരെ തുടർച്ചയായ 30 മണിക്കൂർ ആത്മീയ ശുശ്രൂഷകളും ഉണ്ടായിരിക്കും. ഞായറാഴ്ച രാവിലെ 7 പതിവ് പോലെ ദിവ്യബലിയും വൈകിട്ട് 6-ന് ജപമാലയും ദിവ്യബലി, നൊവേന, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദവും നടക്കും. ഫെബ്രുവരി 8 മുതൽ 10 വരെ വൈകിട്ട് 5:30 മുതൽ 9 വരെ ധ്യാന ശുശ്രൂഷ നടക്കും. റവറന്റ് ഫാദർ ജോസഫ് ജിനു പള്ളിപ്പാട്ടാണ് ധ്യാന ശുശ്രൂഷ നയിക്കുന്നത്. ഫെബ്രുവരി 8-ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പഠനോപകരണങ്ങളുടെ വെഞ്ചരിപ്പ്, ഫെബ്രുവരി 9-ന് യുവതി യുവാക്കൾക്ക് വേണ്ടി, ഫെബ്രുവരി 10-ന് വാഹനങ്ങളും പണിയായുധങ്ങളും വെഞ്ചരിപ്പ് എന്നിവയും ഉണ്ടാവും. കൊടിയേറ്റത്തിന് ഫെബ്രുവരി 11-ന് വൈകിട്ട് 5:30-ന് ആഘോഷമായ പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് ശേഷം കൊടിയേറ്റത്തിന് റൈറ്റ് റവറന്റ് ഡോക്ടർ ആന്റണി
ആന്റണി വാലുങ്കൽ, വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ റൈറ്റ് റവറന്റ് ഡോക്ടർ ആന്റണി വാലുങ്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. റവറന്റ് ഫാദർ ജോൺസൺ തൗണ്ടയിൽ പ്രസംഗിക്കും. തുടർന്ന് നൊവേന, ലതീഞ്ഞ, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എന്നിവ നടക്കും. തിരുക്കർമ്മത്തിന് നേതൃത്വം നൽകുന്നത് അരൂക്കുറ്റിയിൽ നിന്നുള്ള പ്രസിദ്ധന്തിമാരായിരിക്കും. ദിവ്യബലിക്ക് ശേഷം കായലിൽ നാട്ടുനിന്നുള്ള കുരിശ് പുന്നാപ്പള്ളി മാധവൻ മകൻ രാജൻ ഏറ്റുവാങ്ങും. ബുധനാഴ്ച നടക്കുന്ന ജപമാല, നൊവേന, ദിവ്യബലി, പ്രസംഗം, ലതീഞ്ഞ, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം, ഇലക്ടോർ തെരഞ്ഞെടുപ്പ് എന്നിവയ്ക്ക് റവറന്റ് ഫാദർ തോമസ് പനക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. റവറന്റ് ഫാദർ വർഗീസ് ചെറുതിയിൽ പ്രസംഗിക്കും. വ്യാഴാഴ്ച തിരുക്കർമ്മത്തിന് നേതൃത്വം നൽകുന്നത് അരൂരിൽ നിന്നുള്ള പ്രസിദ്ധന്തിമാരാണ്. വൈകിട്ട് 5:30 ജപമാല, നൊവേന, ദിവ്യബലി എന്നിവ നടക്കും. റവറന്റ് ഫാദർ ജോപ്പൻ ആൻഡിശ്ശേരിയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. റവറന്റ് ഡോക്ടർ ഫ്രാൻസിസ് കുരിശിങ്കൽ പ്രസംഗിക്കും. 14 പ്രസിദ്ധന്തി വാഴ്ച നടക്കും. രാവിലെ നട തുറക്കൽ, തിരുസ്വരൂപം എടുത്തുവെക്കൽ, തുടർന്ന് ദിവ്യബലി. രാവിലെ 9:30 കുരിശിന്റെ വഴി ജപമാല, ദിവ്യബലി, തുടർന്ന് രോഗശാന്തി ശുശ്രൂഷ നടക്കും. ഫാദർ ഷിനോജ് പുന്നകലാണ് നയിക്കുന്നത്. വൈകിട്ട് 3 കരണക്കൊന്ത. തിരുക്കർമ്മത്തിന് നേതൃത്വം നൽകുന്നത് എറണാകുളത്ത് നിന്നുള്ള പ്രസിദ്ധന്തിമാരാണ്. വൈകിട്ട് 5:30 ജപമാല, നൊവേന, ദിവ്യബലി, പ്രസംഗം, പ്രദക്ഷിണം, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എന്നിവയ്ക്ക് കൊച്ചി രൂപത അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ റൈറ്റ് റവറന്റ് ഡോക്ടർ ജെയിംസ് ആനാപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് അങ്ങാടി വരവ് സംഘത്തിന്റെ ആദരവുണ്ടാകും. 15 വെസ്പെർ ദിനം ജാഗരണ പ്രാർത്ഥന നടക്കും. പ്രാർത്ഥനാ ശുശ്രൂഷയും കുരുക്കഴിക്കുന്ന മാതാവിന്റെ നൊവേനയും ഉണ്ടാവും. വൈകിട്ട് 5 പുന്നാപ്പള്ളി മാധവൻ മകൻ രാജന്റെ ഭവനത്തിൽ നിന്നും കായലിൽ നാട്ടുവാനുള്ള കുരിശ് ആഘോഷമായി കൊണ്ടുവരും. തുടർന്ന് കുരിശുനാട്ടൽ കർമ്മം നടത്തും. തിരുക്കർമ്മത്തിന് നേതൃത്വം നൽകുന്നത് കുമ്പളങ്ങിൽ നിന്നുള്ള പ്രസിദ്ധന്തിമാരായിരിക്കും. വൈകിട്ട് 5:30 ജപമാല, നൊവേന, സമൂഹ ദിവ്യബലി, പ്രസംഗം, വേസ്പര, പ്രദക്ഷിണം എന്നിവയ്ക്ക് റവറന്റ് ഫാദർ അഡ്വക്കേറ്റ് ആർദർ അറക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. റവറന്റ് ഡോക്ടർ ഗാസ്പർ കടവിപ്പറമ്പിൽ പ്രസംഗിക്കും. ഫെബ്രുവരി 16 ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ 5 ദിവ്യബലി. റവറന്റ് ഫാദർ മിഥിൻ ആന്റണി കാളിപ്പറമ്പിൽ. രാവിലെ 6 ദിവ്യബലി. റവറന്റ് ഫാദർ ബിബിൻ ജോർജ് തറയപ്പറമ്പിൽ. രാവിലെ 7 ദിവ്യബലി. റവറന്റ് ഫാദർ പീറ്റർ കണ്ണമ്പുഴ എന്നിവർ നേതൃത്വം നൽകും. രാവിലെ 10 തിരുനാൾ സമൂഹ ദിവ്യബലിക്ക് റവറന്റ് ഫാദർ തോമസ് തറയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. റവറന്റ് ഡോക്ടർ ജോഷി മയ്യാറ്റിലിന്റെ പ്രസംഗമുണ്ടാവും. തുടർന്ന് അലങ്കരിച്ച വള്ളങ്ങളുടെ അകമ്പടിയോടെ കായൽ പ്രദക്ഷിണം, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എന്നിവ നടക്കും. കാഴ്ചവെപ്പ് 2025 പ്രസിദ്ധന്തിമാർ നേതൃത്വം നൽകും. ഉച്ചയ്ക്ക് 1 ദിവ്യബലിക്ക് റവറന്റ് ഫാദർ ആന്റണി കാട്ടിപ്പറമ്പിൽ കാർമ്മികത്വം വഹിക്കും. ഉച്ചയ്ക്ക് 2 റവറന്റ് ഫാദർ ജോസഫ് ചിറാപ്പള്ളിയിലും. വൈകിട്ട് 3 റവറന്റ് ഫാദർ സണ്ണിയാട്ട പറമ്പിലും. വൈകിട്ട് 4 റവറന്റ് ഫാദർ ആന്റണി തളുതറയും. വൈകിട്ട് 5 റവറന്റ് ഡോക്ടർ ഇമ്മാനുവൽ പൊള്ളയിലും. വൈകിട്ട് 6 റവറന്റ് ഫാദർ പ്രസാദ് ജോസഫ് കണ്ടത്തിപ്പറമ്പിലും. വൈകിട്ട് 7 റവറന്റ് ഫാദർ സിബിൻ ജോസഫ് അഞ്ചുകണ്ടത്തിലും. വൈകിട്ട് 8 റവറന്റ് ഫാദർ ആന്റണി അഞ്ചുകണ്ടത്തിലും. വൈകിട്ട് 9 റവറന്റ് ഫാദർ ഷേജു കൊഴുപ്പുള്ളിത്തറയും. വൈകിട്ട് 10 റവറന്റ് ഫാദർ ആന്റണി കുഴുവേലിയും ദിവ്യബലിക്ക് നേതൃത്വം നൽകും. 23 ഞായറാഴ്ചയാണ് 8ാം തിരുനാൾ. പത്രസമ്മേളനത്തിൽ വികാരി ഫാദർ ആന്റണി കുഴുവേലിയിൽ, ഫാദർ സേവർ ആന്റണി മിഥിൻ കാളിപ്പറമ്പിൽ, ഫാദർ ബിബിൻ ജോർജ് തറയപ്പറമ്പിൽ, ജനറൽ കൺവീനർ ജോസ് കുരിശിങ്കൽ, രാജേഷ് പീറ്റർ പള്ളിക്കര, എഡ്വേർഡ് കണ്ണിക്കാട്ട, ജോയിന്റ് കൺവീനർമാർ കൈക്കാരന്മാരായ ജോയി ഇല്ലത്ത, ജോൺസൺ കണ്ണിക്കാട്ട, പബ്ലിസിറ്റി ജോയിന്റ് കൺവീനർ സജി പുത്തമ്പുരക്കൽ, ബോസ്കോ ആന്റണി, ബിജു മുല്ലശ്ശേരി, നിക്സൺ നാനാട്ട്, ജോസൻ കണ്ണിക്കാട്ട്, ജോയി ഇല്ലത്ത്, സണ്ണി ആന്റണി കരക്കൽ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. വിശുദ്ധ അത്ഭുതക്കുളത്തിൽ നിന്നും എടുത്ത ജലത്താൽ നിർമ്മിച്ച നേർച്ച പായസം, കുഞ്ഞുങ്ങൾക്കുള്ള ചോറൂട്ട്, പിടിയരി സമർപ്പണം, സന്താന സൗഭാഗ്യത്തിനുള്ള കുഞ്ഞുതൊട്ടിൽ സമർപ്പണം, വിവാഹ തടസ്സം മാറാനുള്ള താലിച്ചരട് കെട്ടൽ എന്നിവ തിരുനാൾ ദിവസങ്ങളിലും മറ്റു ദിവസങ്ങളിലും ഭക്തജനങ്ങൾ വിശ്വാസത്തോടെ പങ്കുചേരുന്ന പ്രത്യേക നേർച്ചകളാണെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. തിരുനാളിന്റെ പ്രത്യേകതകൾ നമുക്കറിയാം. ഏകദേശം 80 ദിവസത്തോളം ഈ തിരുനാളിനോടനുബന്ധിച്ചുള്ള വിവിധങ്ങളായ ശുശ്രൂഷകളാണ് നടന്നു മുന്നോട്ട് പോകുന്നത്. ഡിസംബർ 1-ാം തീയതി, അതായത് 2024 ഡിസംബർ 1-ാം തീയതി മുതൽ നമ്മൾ തിരുനാളിൻ്റെ പ്രസിദ്ധന്തിമാരുടെ ഭവനങ്ങളിലേക്ക് പുണ്യവാളന്റെ തിരുസ്വരൂപ പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞതാണ്. ചെല്ലാനം, കണ്ണമാലി, കുമ്പളങ്ങി, എഴുപുന്ന, വയലാറ്, അരൂര്, എടക്കൊച്ചി, പള്ളുരുത്തി, ഫോർട്ട് കൊച്ചി, നെട്ടൂര്, മരട്, കുമ്പളം, ചാത്യാത്ത്, എറണാകുളം ചിറ്റൂര്, എറണാകുളം ടൗൺ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൂടെയെല്ലാം പുണ്യവാന്റെ തിരുസ്വരൂപം കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വീടുകളിലേക്കും ഈ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ തിരുനാളിന് പ്രസിദ്ധന്തിമാരായിട്ട് വരുന്ന വ്യക്തികളുടെ കുടുംബങ്ങളിലാണ് പുണ്യവാന്റെ തിരുസ്വരൂപം പോകുന്നത്. അതോടൊപ്പം അയൽവാസികളെല്ലാം വന്ന് പ്രാർത്ഥിക്കുന്ന രീതിയും. അതിനുശേഷം നമ്മൾ ജനുവരി 15-ാം തീയതി മുതൽ നമ്മുടെ ഇടവകയിൽ അതിൻ്റെ തീർത്ഥാടനങ്ങൾ കാര്യഗൗരവമായിട്ട് ആരംഭിച്ചു. അരുപറ്റി പാദോപുരം പള്ളി വിശുദ്ധൻ വിശുദ്ധ അന്തോണീസ് ക്രൈസ്തവരുടെ മാത്രം ഒരു വിശുദ്ധനല്ല, നാനാജാതി മതസ്ഥരുടെ വിശുദ്ധനാണ്. അത് നമ്മുടെ തിരുനാളിനോടനുബന്ധിച്ച് ഇവിടെ നടത്തിവരാറുള്ള പല ആഘോഷങ്ങളിലും നമ്മളത് കാണുവാൻ സാധിക്കുന്നതാണ്.
കൂടുതൽ പറയുന്നില്ല. നിങ്ങൾ ദൃശ്യ മാധ്യമ സുഹൃത്തുക്കൾ മുൻ വർഷങ്ങളിലും പള്ളിയോട് ഏറ്റവും കൂടുതൽ സഹകരിച്ച് വിശുദ്ധൻ്റെ തിരുനാളിനെ ഏറ്റവും ഭംഗിയാക്കുന്നതിന് ദൃശ്യമാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങളേറെ സഹായം ചെയ്തിട്ടുണ്ട്. അത് ഈ വർഷവും നിങ്ങളെല്ലാ വിലയേറിയ ചികിത്സ വളരെ ബുദ്ധിമുട്ടുള്ള രോഗങ്ങൾക്ക് വരെ ഒത്തിരി ആളുകൾ ഇവിടെ വന്ന് സാക്ഷ്യം ഈ അടുത്തും നൽകിയായിരുന്നു. അവരെല്ലാം സാക്ഷ്യം ഈ പള്ളിയിൽ വന്ന് പറയാറുമുണ്ട്. ചൊവ്വാഴ്ചകളിൽ ഒത്തിരി അസുഖങ്ങൾക്കും ഒത്തിരി വേദനകൾക്കൊക്കെ മാറാൻ മരുന്ന് പോലെ പുണ്യാളൻ ആ ഒരു അത്ഭുതക്കുളത്തിലെ ജലത്തിൽ അനുഗ്രഹങ്ങൾ നിറച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ന്യൂസ് ബ്യൂറോ അരുക്കുറ്റി.